നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ രൂക്ഷമാകുന്ന സൈനിക സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14 മാർപ്പാപ്പ. മേഖലയിലെ വധഭീഷണികളും ആയുധപ്രയോഗങ്ങളും അടിയന്തരമായി നിർത്തിവെക്കണമെന്നും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ തുടരണമെന്നും മാർപ്പാപ്പ ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു. വത്തിക്കാനിൽ നടത്തിയ പ്രസ്താവനയിലാണ് പാപ്പ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തത്. ആയുധങ്ങൾ കൊണ്ടോ പരസ്പരമുള്ള ഭീഷണികൾ കൊണ്ടോ സുസ്ഥിര സമാധാനം കൈവരിക്കാനാകില്ലെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. നാശവും കണ്ണീരും മരണവും മാത്രമാണ് യുദ്ധത്തിന്റെ സമ്മാനങ്ങൾ. യുദ്ധസമാനമായ അന്തരീക്ഷം കാരണം നിരപരാധികളായ സാധാരണക്കാരാണ് ദുരിതത്തിലാകുന്നത്. ഉത്തരവാദിത്വമുള്ളതും ആത്മാർത്ഥവുമായ ചർച്ചകളിലൂടെ മാത്രമേ യഥാർത്ഥ സമാധാനം സാധ്യമാകൂ എന്ന് വ്യക്തമാക്കിയ മാർപ്പാപ്പ പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. പള്ളികൾക്കും ചാരിറ്റി സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പ്രമുഖ ക്രിസ്ത്യൻ ചാരിറ്റി പ്രസ്ഥാനമായ സ്റ്റുവാർഡ്ഷിപ്പ് ചരിത്ര നേട്ടത്തിൽ. സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1 ദശലക്ഷത്തിലധികം ഗ്രാന്റുകൾ വിതരണം ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. UK-യിലെ 12,000-ഓളം വരുന്ന സഭകൾ, ചാരിറ്റി സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ പങ്കാളികൾ എന്നിവർക്കായി ആകെ 13.4 കോടി പൗണ്ടാണ് സാമ്പത്തിക സഹായമായി നൽകിയത്. സ്റ്റുവർട്ട്ഷിപ്പിന്റെ 2025 വാർഷിക റിപ്പോർട്ട് പ്രകാരം റെക്കോർഡ് തുകയായ 16.1 കോടി പൗണ്ടാണ് ദാതാക്കളിൽ നിന്നു മാത്രം സംഭാവനയായി ലഭിച്ചത്. പല സഭകളും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ കാണിച്ച വലിയ മനസ്സ് ഏറെ പ്രത്യാശ നൽകുന്നതാണെന്ന് സ്റ്റുവർട്ട്ഷിപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ജാനി ഒലിവർ പറഞ്ഞു. വിശുദ്ധ അൽഫോൺസാമ്മയുടെ പുണ്യകുടീരം സ്ഥിതി ചെയ്യുന്ന ഭരണജ്ഞാനം തീർത്ഥാടന കേന്ദ്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ തിരുനാളിന് നാളെ സമാപനം. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ക്ലാരമഠത്തിലേക്ക് ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണം നടന്നു. പ്രധാന തിരുനാൾ ദിനമായ നാളെ പുലർച്ചെ 4:45 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ നടക്കും. രാവിലെ 7-ന് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും. 8:30-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് രാവിലെ 10:30-ന് ഇടവക പള്ളിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30-ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. പ്രക്ഷേപണം ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UK ആസ്ഥാനമായുള്ള ഗോഡ്സ് മ്യൂസിക് റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് പ്രാർത്ഥനയുടെയും ദൈവസാന്നിധ്യത്തിന്റെയും അനുഭവം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓൺലൈൻ ക്രൈസ്തവ റേഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോർജ് പനക്കൽ അച്ഛന്റെ ആത്മീയ നേതൃത്വത്തിൽ UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോഡ്സ് മ്യൂസിക് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് UK-യിലെ പ്രവാസി മലയാളി ദമ്പതികളായ തോമസും ലിസി സന്തോഷുമാണ്. ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് ഗാനരചയിതാക്കളായും സംഗീത സംവിധായകരായും ഇരുവരും നേരത്തെ തന്നെ ശ്രദ്ധേയരാണ്. 24 മണിക്കൂറും തടസ്സമില്ലാതെ റേഡിയോയിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, സഭാ പ്രബോധനങ്ങൾ, ഗോസ്പൽ മ്യൂസിക്, പ്രയർ, യൂത്ത് പ്രോഗ്രാം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ആത്മീയ പ്രോഗ്രാമുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂർ അതിരൂപത CLC-യുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണ ദിനാചരണം വിവിധ ആത്മീയ അനുമോദന കലാപരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം KCBC യൂത്ത് കമ്മീഷൻ സെക്രട്ടറി റെവറന്റ് ഫാദർ ടിറ്റോ കൂള നിർവഹിച്ചു. തൃശൂർ അതിരൂപത CLC പ്രസിഡന്റ് ഗ്ലോറിൻ ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സെക്രട്ടറി അജയ് C. ജോസ് സ്വാഗതവും പ്രമോട്ടർ റെവറന്റ് ഫാദർ പ്രജോ വാഴപ്പിള്ളി ആമുഖ പ്രഭാഷണവും നടത്തി. കണ്ടശങ്കടവ് ഫെറോന CLC പ്രമോട്ടർ റെവറന്റ് ഫാദർ ജീൻ ചിറയത്ത് അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ റെവറന്റ് ഫാദർ സന്തോഷ് അന്തിക്കാട് അനുമോദന പ്രസംഗവും നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് മരിയോത്സവം, സോക്കർ കപ്പ്, ഇഗ്നൈറ്റ് കായികോത്സവം എന്നിവയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ACC +2 കാറ്റഗിസം പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും SSLC +2 പരീക്ഷകളിലെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച വർണ്ണാഭമായ കലാപരിപാടികൾ ദിനാചരണത്തിന് മാറ്റുകൂട്ടി. കണ്ടശങ്കടവ് ഫെറോന CLC പ്രസിഡന്റ് ആകാശ് P. ആൻഡോ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.